യാത്രക്കാരോട് പെരുമാറുന്ന രീതി വെച്ചിട്ട് ആരാധനയായിരിക്കില്ല, പത്തല് കൊണ്ടുള്ള നല്ല ഒന്നാന്തരം അടിയാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു ഡ്രൈവറെ കൊണ്ട് എത്ര പിടിച്ചാലും ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ പിന്തുടർന്ന് മുന്നിൽ കയറുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു ടാസ്ക് തന്നെയാണ് എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. അതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന അല്പം പുകയില, അതായത് പാൻ മസാല വായിൽ തിരികെ. അതൊരു പിൻബലത്തിലാണ് എന്ന് തോന്നുന്നു. എന്നിട്ട് കാലിയായ കവർ അവർക്ക് നേരെ തന്നെ എറിഞ്ഞുകൊണ്ടായിരുന്നു ബാക്കി പറച്ചിൽ. അന്ന് പ്രളയകാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് മേയർ ബ്രോ എന്ന വിളിപ്പേര് VK പ്രശാന്തിന് ലഭിച്ചത്. അതൊരു വലിയ ജനകീയതയുടെ തുടക്കമായിരുന്നു. അത്രയ്ക്ക് മാന്യനായ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ കേസുകൊണ്ട് അയാളുടെ ജോലി നഷ്ടപ്പെടുത്താനാണ് മേയർ ശ്രമിക്കുന്നത് എന്നാണ് ചിലർ വാദിക്കുന്നത്. എന്നാൽ യദുകൃഷ്ണൻ അത്രയ്ക്ക് മാന്യനാണോ? നമസ്കാരം. ഈ KSRTCയോട് ആരാധനയുള്ളവരുണ്ട്, വെറുപ്പുള്ളവരുമുണ്ട്. കേരളമൊട്ടുക്ക് KSRTC ഡ്രൈവർമാർ ബസ് കൊണ്ട് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് ആരാധകരായവരാണ് അധികവും. അല്ലാതെ തൊഴിലാളികൾ യാത്രക്കാരോട് പെരുമാറുന്ന രീതി കൊണ്ട് അല്ല അധികം ആരും ഇത്തരത്തിൽ ആരാധകരായി മാറിയത്. യാത്രക്കാരോട് പെരുമാറുന്ന രീതി വെച്ചിട്ട് ആരാധന ആയിരിക്കില്ല, പത്തല് കൊണ്ടുള്ള നല്ല ഒന്നാന്തരം അടിയാണ് അവരൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. റോഡിലുള്ള ചെറിയ വാഹനങ്ങൾക്ക് സത്യത്തിൽ എങ്ങനെ റോഡിൽ ഇറങ്ങണമെന്നുള്ള ആശങ്കയുമുണ്ട്. ഇത്തരം ആശങ്കകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരത്തെ ഒരു KSRTC ഡ്രൈവറുമായി ഉണ്ടായ പ്രശ്നങ്ങളെ കാണാൻ കഴിയുന്നത്. ആദ്യം സംഭവത്തെക്കുറിച്ച് ഒന്ന് പറയാം. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. ഏകദേശം 10-10:15 സമയം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ്, മേയറുടെ ജ്യേഷ്ഠന്റെ ഭാര്യ എന്നിവർ ഒരുമിച്ച് ഒരു സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇവർ യാത്ര ചെയ്തിരുന്ന ചെറിയ വാഹനം, അതായത് വാഗണാർ എന്ന കാർ, പട്ടം പ്ലാമൂടെത്തി. അപ്പോഴാണ് ഒരു വാഹനത്തിന് അവർ സൈഡ് കൊടുക്കുന്നത്. അതിനിടയിൽ ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് അപകടകരമായ രീതിയിൽ, അതായത് മുട്ടിയില്ല എന്ന രീതിയിൽ ഇവരുടെ വണ്ടിയെ മറികടന്ന് പോയി. ആ വണ്ടി ഓടിച്ചിരുന്ന ആളിൻ്റെ പേര് യദുകൃഷ്ണൻ എന്നാണ്. ഈ രീതിയിൽ തങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കടന്നുപോയ സൂപ്പർ ഫാസ്റ്റിനെ ഓവർടേക്ക് ചെയ്യാൻ ഹോൺ അടിച്ചുകൊണ്ട് എത്തിയ മേയർക്ക് കുടുംബത്തിന് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചപ്പോഴാണ് സത്യത്തിൽ യദുകൃഷ്ണൻ എന്ന ഡ്രൈവർ ഫ്രെയിമിലേക്ക് വരുന്നത്. ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ വിരല് വായിലേക്ക് വെച്ച് കാണിച്ചു. ഒരുപക്ഷെ വെറുമൊരു തർക്കത്തിൽ അവസാനിക്കേണ്ടിയിരുന്ന ഈ വിഷയത്തെ ഇത്രത്തോളം വലുതാക്കിയതും ഒരുപക്ഷെ ഈ ചേഷ്ട തന്നെ ആയിരിക്കും. ഇതോടെ 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്തിരുന്ന വാഹനം സൂപ്പർ ഫാസ്റ്റിന്റെ ഡ്രൈവറെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനായി അതിന് പിന്നാലെ തന്നെ പാഞ്ഞു. സൈഡ് കൊടുക്കാതെ യദുകൃഷ്ണനും തമ്പാനൂരിലേക്ക് തന്നെ യാത്ര തുടർന്നു. രാത്രി 10 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ PMGയിലെയും LMSലെയും സിഗ്നൽ ഓഫ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവറെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു സാധാരണ ഡ്രൈവറെ കൊണ്ട് എത്ര പിടിച്ചാലും ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ പിന്തുടർന്ന് മുന്നിൽ കയറുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു ടാസ്ക് തന്നെയാണ് എന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്. ഒടുവിൽ ആളിറങ്ങാനുള്ളത് കാരണം വണ്ടി പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ഡ്രൈവർക്ക് നിർത്തേണ്ടി വന്നു, അതായത് യദുകൃഷ്ണനെ. കാർ ഓടിച്ചിരുന്ന MLA സച്ചിൻ ദേവ് കാർ ബസ്സിന് മുന്നിൽ പാർക്ക് ചെയ്ത് വാഹനത്തിൽ നിന്നിറങ്ങി. ഇത്തരത്തിലൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് മാത്രമല്ല, കുടുംബമായി യാത്ര ചെയ്യുന്ന ഒരാൾക്കെതിരെ ഈ രീതിയിൽ ചേഷ്ട കാണിച്ചതിനെതിരെ സച്ചിൻ ചോദ്യം ചെയ്യുന്നു. രാത്രി 10:15 മണി കഴിഞ്ഞിരിക്കുന്നു. റോഡിൽ ചില യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും ഒക്കെയുണ്ട്. സംഭവം മേയർ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ടും അതിൽ സച്ചിൻ ദേവിനെ പോലെ ഒരു MLA ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടും കാര്യങ്ങൾ പത്രക്കാരും TV-ക്കാരും പിന്നെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും എന്ന് വേണ്ട സകലമാന പേരും അറിഞ്ഞു. മേയറിന് പിന്നെ ശത്രുക്കൾ ധാരാളം ഉള്ളതിനാൽ തന്നെ എല്ലാം മേയറുടെ ഭർത്താവും MLA-യുമായ സച്ചിനുമെതിരായി തന്നെ മാറി. മേയറോട് നീ ആരാടി എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് യദുകൃഷ്ണൻ സംസാരിക്കുന്നത്. അത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നതുമാണ്. അതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന അല്പം പുകയില ഉൽപ്പന്നം, അതായത് പാൻ മസാല വായിൽ തിരികെ. അതൊരു പിൻബലത്തിനാണ് എന്ന് തോന്നുന്നു. എന്നിട്ട് കാലിയായ കവർ അവർക്ക് നേരെ തന്നെ എറിഞ്ഞുകൊണ്ടായിരുന്നു ബാക്കി പറച്ചിൽ. മര്യാദയ്ക്ക് ശമ്പളം തന്നിട്ട് സംസാരിക്കടി എന്നായി പിന്നെയുള്ള ആക്രോശം. തുടർന്ന് ആര്യ രാജേന്ദ്രൻ വകുപ്പ് മന്ത്രിയെ വിളിച്ച് വിവരം പറയുന്നു. അന്വേഷണം നടക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അയാളെ പിരിച്ചുവിടേണ്ടതെന്നും തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മതിയെന്നും തീരുമാനമെടുത്തു. ഇപ്പോൾ അതല്ല വിഷയം. ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പലരും യദുകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അതിന് ചില കാരണങ്ങൾ കൂടി നമുക്ക് കാണാം. പൊതുവെ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലാണ് അധികാരമേറ്റത്. അന്ന് മുതൽ തന്നെ
മേയർക്കെതിരെ ശക്തമായ ഒരു പ്രവർത്തനം എതിർ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് UDF-ൽ നിന്നും BJP-യിൽ നിന്നും. എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നതിനോടൊപ്പം സ്വഭാവഹത്യ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആര്യക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രായം കണക്കിലെടുത്ത് പക്വതയില്ലാത്ത മേയറാണെന്ന് വരെ K. മുരളീധരൻ പോലും അപമാനിക്കുന്ന രീതിയിൽ ആര്യക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തിനേറെ സച്ചിൻ ദേവുമായുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മറ്റൊരു ചെക്കനുമായി പ്രണയബന്ധമുണ്ടായിരുന്നു എന്നും ആ ചെക്കനെ തേച്ചിട്ടാണ്, ആ തിരുവനന്തപുരം ഭാഷയിലാണ്, തേച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തിയിരുന്നതുമാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റു രാഷ്ട്രീയം തന്നെയാണെന്ന് നമുക്ക് കാണാം. ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യ രാജേന്ദ്രനെ മേയറാക്കി നിയമിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന മേയർ ബ്രോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന VK പ്രശാന്തിനെ ഈ രീതിയിൽ തന്നെ CPM മുന്നിലേക്ക് കൊണ്ടുവന്നതാണ്. അന്ന് പ്രളയകാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് മേയർ ബ്രോ എന്ന വിളിപ്പേര് VK പ്രശാന്തിന് ലഭിച്ചത്. അതൊരു വലിയ ജനകീയതയുടെ തുടക്കമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം തന്നെ VK പ്രശാന്തിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആര് എതിർ സ്ഥാനാർത്ഥിയായാലും ശരി, VK പ്രശാന്തിനെ തഴയാൻ വട്ടിയൂർക്കാവിലുള്ളവർക്ക് കഴിയില്ല എന്ന നിലയിലേക്ക് ജനപ്രിയനായി മാറാൻ മേയർ ബ്രോയ്ക്ക് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു പിന്നിൽ BMS ഉൾപ്പെടുന്ന BJP രാഷ്ട്രീയം തന്നെയാണെന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു ആരോപണം. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നേമത്ത് താമസിക്കുന്ന യദു കൃഷ്ണൻ എന്ന ഡ്രൈവർക്ക് മേയറെ അറിയില്ല എന്നാണ് പറയുന്നത്. മേയറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനോട് പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയില്ല. ഇനി തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വെച്ചോളൂ. ഒരു സാധാരണക്കാരായ കുടുംബമാണ് എന്ന് കരുതുക. അവരോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, പോട്ടെ ഡ്രൈവർ എന്നുള്ളത് നിൽക്കട്ടെ, ഒരു മാന്യനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് നമുക്ക് കരുതാനും വയ്യ. കാര്യം നമ്മളൊക്കെ തന്നെ കുടുംബമായി യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മുടെ ഭാര്യയും പെങ്ങളും ഒക്കെ വാഹനത്തിൽ ഇരിക്കുമ്പോൾ മറ്റൊരു വാഹനത്തിലുള്ള ഒരാൾ ഈ രീതിയിൽ പെരുമാറിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ രാഷ്ട്രീയ വിരോധം. അതുപോട്ടെ, ഇനി യദു കൃഷ്ണൻ വളരെ മാന്യനായ വ്യക്തിയാണെന്നും ഇതുവരെ ഒരു പെറ്റി കേസ് പോലും അയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയാണ് ആര്യ എതിർത്തുകൊണ്ടുള്ള ചിലർ പറയുന്നത്. അത്രയ്ക്ക് മാന്യനായ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ കേസുകൊണ്ട് അയാളുടെ ജോലി നഷ്ടപ്പെടുത്താനാണ് മേയർ ശ്രമിക്കുന്നത് എന്നാണ് വാദിക്കുന്നത്. എന്നാൽ യദു കൃഷ്ണൻ അത്രയ്ക്ക് മാന്യനാണോ? അല്ലെന്നാണ് ചില സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഈ അപകടങ്ങളുടെ പേരിൽ തന്നെ 2 വർഷം മുൻപ് ഒരു കേസുണ്ട്. അതായത് തമ്പാനൂർ RMSന് മുന്നിൽ വെച്ച് 2 വാഹനങ്ങളെ ഒരുമിച്ച് ഇടിക്കുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത് FIR നിലവിലുള്ളതുമാണ്. അത് ഡ്രൈവറല്ലേ, സ്വാഭാവികമായി ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാകുമെന്ന് വാദിക്കുന്നവർക്ക് മുന്നിൽ മറ്റൊരു കേസ് കൂടി നമുക്ക് വരുന്നതായി കാണാം. അതായത് നേമം സ്റ്റേഷനിൽ 2017 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസാണത്. അത് ധീരന്മാരായ ഡ്രൈവർമാർക്ക് സാധാരണ വരുന്ന കേസൊന്നും അല്ല, ഞരമ്പന്മാരായ മനോരോഗികളുടെ പേരിൽ വരുന്ന കേസാണെന്ന് കാണാം. ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിച്ചതിന് ഒരു യുവതി നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് ഒരു യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനാണ് FIR ഇട്ട് കേസെടുത്തിട്ടുള്ളത് എന്നാണ് FIRന്റെ പകർപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ആൾ ഇക്കാര്യത്തിൽ ഒരു പുലി തന്നെ. അതായത് നഗ്നതാ പ്രദർശനം, ലൈംഗിക ചേഷ്ടാ പ്രദർശനം. ഇനി അന്വേഷണത്തിന്റെ കാര്യത്തിൽ ചിലതുണ്ട്. വസ്തുതാപരമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ നടക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ഒരു ജനപ്രതിനിധി അവരുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന പൗരബോധമാണ് ഈ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ളത്. അതിനായി ആവശ്യമായ രേഖകൾ, തെളിവുകളെല്ലാം പോലീസ് ശേഖരിക്കേണ്ടതും ആവശ്യമാണ്. ഇതുവരെയായി യദു കൃഷ്ണൻ ഓടിച്ചിരുന്ന ബസ്സിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഒരാഴ്ച വരെ മാത്രമേ ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ദൃശ്യങ്ങളെടുത്ത് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനും കഴിയണം. സത്യം പുറത്തു വരട്ടെ. ആരാണ് കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും രക്ഷപ്പെടാനും ആരും അനാവശ്യമായി കുടുങ്ങാനും നിയമത്തിന്റെ ശിക്ഷ അനുഭവിക്കാനും പാടില്ല.